ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കലങ്ക് എന്ന മൂവിയാണ്. താൻ അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഒരു സ്ത്രീയാകട്ടെ തന്റെ ഹസ്ബൻഡിനെ കൊണ്ട് രണ്ടാമത് വിവാഹം കഴിപ്പിക്കുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. ഈ കഥ നടക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1944ലാണ്. സത്യ എന്ന സ്ത്രീ തന്റെ ചെക്കപ്പിന് വേണ്ടി ഡോക്ടറുടെ അടുത്തെത്തുമ്പോൾ അറിയുന്നുണ്ട് അവർക്ക് ക്യാൻസർ ആണെന്നും ഏകദേശം 1-2 വർഷം മാത്രമേ അവർ ജീവിച്ചിരിക്കൂവെന്നും. ഹുസ്നാബാദ് എന്ന സ്ഥലത്തെ വലിയൊരു ന്യൂസ് പേപ്പർ കമ്പനിയുടെ ഓണറായ ദേവ് ചൗധരിയുടെ വൈഫായിരുന്നു സത്യ. താൻ അധികകാലം ജീവിച്ചിരിക്കില്ലെന്ന് മനസ്സിലാക്കിയ സത്യയാകട്ടെ നേരെ നമ്മുടെ നായികയായ രൂപനെ കാണാൻ വരുന്നു. സത്യയുടെ അച്ഛൻ പണ്ട് രൂപനെയും കുടുംബത്തെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രൂപന്റെ അച്ഛന് സത്യ ആവശ്യപ്പെട്ട കാര്യത്തിന് എതിര് പറയാനും തോന്നിയില്ല. രൂപനെ 1 വർഷത്തേക്ക് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് സത്യ വന്നത്. തന്റെ മരണശേഷം തന്റെ ഹസ്ബൻഡിനെ രൂപ വിവാഹം കഴിക്കണം, അതുവരെ തങ്ങളുടെ കൂടെ താമസിക്കണമെന്നായിരുന്നു അവളുടെ ആവശ്യം. അതിന് പകരമായിട്ട് അവളുടെ സഹോദരിമാരെ എല്ലാം തന്നെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച് അയക്കാമെന്നും സത്യ പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ രൂപന്റെ അച്ഛൻ ആ ഓഫർ സ്വീകരിക്കുന്നു. എന്നാൽ രൂപൻ അത് സമ്മതമല്ലായിരുന്നു. പക്ഷെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് അവളെ കൊണ്ട് അവളുടെ അച്ഛൻ അതിന് സമ്മതിപ്പിക്കുന്നു. എന്നാൽ രൂപ സത്യയോട് ഒരു കണ്ടീഷൻ വെക്കുകയാണ്. 1 വർഷം കഴിഞ്ഞിട്ട് വിവാഹം നടത്തിയാൽ പോരാ, നിങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് എന്റെ വിവാഹം നടത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ മരണശേഷം അയാൾ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നീട് എനിക്കൊരു ജീവിതം ഉണ്ടാകില്ല എന്ന്. രൂപന്റെ ആ ആവശ്യം സത്യ അംഗീകരിക്കുകയും ചെയ്യുന്നു. സത്യയുടെ നിർബന്ധപ്രകാരം ഈ വിവാഹത്തിന് ദേവൻ സമ്മതിക്കുന്നു. അങ്ങനെ രൂപിന്റെയും ദേവിന്റെയും വിവാഹം കഴിയുന്നു. പക്ഷെ അവർ രണ്ടുപേരും പരസ്പരം മുഖാമുഖം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ദേവ് ചൗധരിയുടെ ഈ ബംഗ്ലാവിന് തൊട്ടടുത്തായിട്ട് ഹീരാമണ്ഡി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ഒരുപാട് വേശ്യാവൃത്തി നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ ബാഹർ ബീഗം എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. പണ്ടവർ നർത്തകിയായിരുന്നു. ഒരു ഗായിക കൂടിയായ അവരാകട്ടെ ഇന്ന് ഒരുപാട് പേരെ സംഗീതം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ നായകനായ സഫറിനെ കാണിക്കുന്നു. അവനൊരു മുസ്ലിം യുവാവാണ്. സഫറിന് ബാഹർ ബീഗത്തിന്റെ ഒരു സ്റ്റുഡന്റ് ആയ ലജ്ജോവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവൻ മിക്ക രാത്രികളും ലജ്ജോയുടെ കൂടെയാണ് ചെലവഴിക്കുന്നത്. ലജ്ജോയുടെ അടുത്ത് നിന്നും ദേവ് വീണ്ടും വിവാഹം കഴിച്ചതിനെ പറ്റി സഫർ അറിയുന്നുണ്ട്. വിവാഹശേഷം രൂപാകട്ടെ തന്റെ റൂമിന്റെ ജനാൽക്കൽ വന്ന് നിൽക്കുമ്പോൾ ബാഹർ ബീഗത്തിന്റെ പാട്ട് എവിടെ നിന്നോ അവൾ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ദേവ് അവിടേക്ക് വരുന്നു. എന്നാൽ അവൾ തിരിഞ്ഞു തന്നെ നിൽക്കുകയായിരുന്നു. സത്യക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്റെ മനസ്സിൽ എന്നും സത്യം മാത്രമേ ഉണ്ടാകൂ. നമുക്കിടയിൽ ഒരു വിവാഹബന്ധം ഉണ്ടാകില്ല എന്ന് രൂപിനോട് അയാൾ പറയുന്നു. അതുകൊണ്ട് എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. രൂപിന്റെ മുഖത്തേക്കൊന്നും നോക്കുക പോലും ചെയ്യാതെ ദേവ് അവിടെ നിന്നും തിരിച്ചുപോയി. സഫർ ഇരുമ്പിന്റെ പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഏരിയയിൽ കൂടുതലും ആ പണി ചെയ്യുന്ന ആൾക്കാരാണുള്ളത്. അവന്റെ ഉറ്റ സുഹൃത്തായിരുന്നു അബ്ദുൾ. ആ ഏരിയയിലുള്ള അബ്ദുൾ ഉൾപ്പെടെയുള്ള ഒരുപാട് മുസ്ലിംസ് ആഗ്രഹിച്ചിരുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്നായിരുന്നു. അതുകൊണ്ട് ഹിന്ദു മുസ്ലിം എന്ന് 2 രാജ്യങ്ങൾ ഉണ്ടാക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തെ ദേവ് ശരിക്കും എതിർത്തിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു രാജ്യത്ത് തന്നെ സഹകരിച്ച് ജീവിക്കണമെന്നായിരുന്നു ദേവ് ചൗധരി ആഗ്രഹിച്ചിരുന്നത്. തന്റെ പത്രത്തിലൂടെ അതിനെ സപ്പോർട്ട് ചെയ്തുള്ള വാർത്തകളായിരുന്നു ദേവ് കൊടുത്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഈ നാട്ടിലെ വികസനത്തിന് വേണ്ടി ഒരു സ്റ്റീൽ കമ്പനി കൊണ്ടുവരാനും ദേവ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അങ്ങനെ കമ്പനി വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ജോലിയെല്ലാം നഷ്ടമാകുമെന്നാണ് അബ്ദുളും കൂട്ടരും വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ദേവിന്റെ ആ ഒരു പ്ലാനിനെ എങ്ങനെയെങ്കിലും തടയണമെന്നും ഈ രാജ്യത്തെ 2 ആക്കണമെന്നുമായിരുന്നു അബ്ദുൾ ആഗ്രഹിച്ചിരുന്നത്. കൂട്ടുകാരൻ എന്ന നിലയിൽ അബ്ദുളിനെ സഫറും പിന്തുണച്ചിരുന്നു. എല്ലാത്തിനും പിറകിൽ നിന്ന് സഹായിക്കുന്നതല്ലാതെ സഫർ ഇതിലൊന്നും മുൻകൈയെടുത്ത് പുറത്തേക്ക് ഇറങ്ങാറില്ലായിരുന്നു. അന്ന് രാവിലെ ദേവിന്റെ അച്ഛൻ ബൽരാജ് ദേവിനോട് പറയുന്നുണ്ട്, ആൾക്കാർ ആഗ്രഹിക്കുന്ന പോലെ ഇത് 2ആയിട്ട് വിഭജിക്കുന്നെങ്കിൽ വിഭജിച്ചോട്ടെ എന്ന്. നീ എന്തിനാണ് ഇങ്ങനെ അതിനെതിരെ നിൽക്കുന്നതെന്ന്. എന്നാൽ ഈ രാജ്യത്തെ 2ആയി കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ദേവ് പറയുന്നത്. രൂപ് ആഹാരം കഴിക്കാൻ അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ജോലിക്കാരിയായ സരോജിനെ രൂപിന്റെ റൂമിലേക്ക് അയക്കുമ്പോൾ രൂപ് എപ്പോഴും അതേ വേഷത്തിൽ തന്നെ ഇരിപ്പായിരുന്നു. ദേവും രൂപിന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ പോയില്ല. അവന്റെ മനസ്സിൽ സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവളുടെ കാര്യം മാത്രമേ ദേവ് നോക്കിയിരുന്നുള്ളൂ. എന്നാൽ സത്യം എന്ന് രൂപിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ റൂമിൽ അടച്ചിരിക്കേണ്ട കാര്യമില്ല. നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓഫീസിലേക്ക് നാളെ മുതൽ നിനക്ക് ജോലിക്ക് പോയി തുടങ്ങാമെന്ന് സത്യ രൂപനോട് പറയുന്നു. ജോലിക്ക് പോകാൻ രൂപന് ഇഷ്ടമായിരുന്നു. എന്നാൽ തനിക്ക് മറ്റൊരു കാര്യം കൂടി വേണമെന്ന് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. ഹീരാമണ്ഡിയിൽ പോയിട്ട് ബാഹർ ബീഗത്തിന്റെ അടുത്ത് നിന്ന് പാട്ട് പഠിക്കണം. തലേന്ന് അവൾ സരോജിൽ നിന്നും അറിഞ്ഞിരുന്നു അവിടെ പാട്ട് പാടുന്നത് ബാഹർ ബീഗമാണെന്ന്. എന്നാൽ ഇവിടെ നിന്നും ആരും തന്നെ ഹീരാമണ്ഡിയിലേക്ക് പോകാറില്ല എന്നാണ് സത്യ പറയുന്നത്. തനിക്ക് പാട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ ഓഫീസിലേക്കും പോകുന്നില്ല എന്ന് രൂപ വാശി പിടിക്കുന്നു. രൂപിന്റെ വാശി കൂടിയപ്പോ സത്യ ബൽരാജിനോട് സംസാരിക്കുന്നു. അവൾക്ക് ഹീരാമണ്ഡിയിലേക്ക് പോകാനുള്ള അനുവാദവും വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ പിറ്റേന്ന് രൂപാകട്ടെ ദേവിന്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. അവിടെയാകട്ടെ സ്റ്റീലിന്റെ കമ്പനി പുതുതായിട്ട് വരുന്നതിനെ പറ്റി ആൾക്കാർ സമരം ചെയ്യുന്നത് കാണുന്നുണ്ട്. അബ്ദുൾ ആയിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. തങ്ങളുടെ പത്രത്തില് ആഡ്സ് കൊടുക്കുന്നതിനെ പറ്റി ഒരു തർക്കം നടക്കുകയായിരുന്നു ദേവിന്റെ ഓഫീസില്. ആ മീറ്റിംഗിന്റെ ഇടയ്ക്കാണ് രൂപ അവിടേക്ക് വരുന്നത്. അവരുടെ ആ തർക്കം കേട്ടിട്ട് അവൾ നല്ലൊരു ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അവൾ ആരാണെന്ന് ദേവ് ചോദിക്കുന്നു. തന്റെ പേര് രൂപെന്നാണെന്നും താൻ ദേവ് ചൗധരിയെ കാണാൻ വന്നതാണെന്നും അവൾ പറയുന്നു. താൻ തന്റെ ഹസ്ബൻഡിനോടാണ് സംസാരിക്കുന്നതെന്ന് പോലും
അവൾക്ക് അറിയില്ലായിരുന്നു. കാരണം അയാളുടെ മുഖം ഇതുവരെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പത്നിയാണെന്നാണ് അവൾ പറയുന്നത്. ഇത് കേട്ട് അവിടെ നിന്ന് എല്ലാവരും ദേവിനെ നോക്കുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടും അവർക്കെന്താ പരസ്പരം അറിയാത്തതെന്നാണ് അവിടെ കൂടി നിന്നവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവളുടെ ഡെസ്ക് കാണിച്ചു കൊടുക്കാൻ ദേവ് തന്റെ മാനേജറോട് പറയുന്നു. അപ്പോഴും ദേവ് ചൗധരി ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ദേവ് തന്റെ ഓഫീസിലേക്ക് കയറി പോകുമ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന പേര് കണ്ടിട്ടാണ് അവൾക്ക് മനസ്സിലാകുന്നത് താൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് തന്റെ ഹസ്ബൻഡ് ദേവനോട് തന്നെയാണെന്ന്. പിറ്റേന്ന് രൂപ സംഗീതം പഠിക്കാൻ വേണ്ടിട്ട് ബാഹർ ബീഗത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു. ബീഗം പാട്ടുപാടുന്നതിനിടയ്ക്ക് അവളും പാട്ടുപാടുന്നുണ്ട്. ഇതെല്ലാം തന്നെ പുറത്തുനിന്ന് സഫറും കേൾക്കുന്നു. അവളുടെ പാട്ട് ബീഗത്തിന് ഒരുപാട് ഇഷ്ടമായി. എന്നാൽ പലയിടത്തും കുറച്ചുകൂടി ശരിയാക്കാനുണ്ടെന്ന് ബീഗം പറയുന്നു. താൻ ബീഗത്തിന്റെ അടുത്ത് നിന്ന് സംഗീതം പഠിക്കാനാണ് വന്നതെന്നുള്ള സത്യം രൂപ് തുറന്നു പറയുന്നു. രൂപിന്റെ കൂടെയുള്ള സരോജനെ കണ്ടപ്പോൾ രൂപം ചൗധരി കുടുംബത്തിൽ നിന്നാണ് വന്നതെന്ന് ബീഗത്തിന് മനസ്സിലായി. നിന്റെ വിവാഹം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ താൻ അവിടുത്തെ മരുമകളാണെന്ന് രൂപ് പറയുന്നു. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെയാണോ ഇവിടേക്ക് വന്നതെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ആണെന്ന് അവൾ പറഞ്ഞു കഴിയുമ്പോൾ എന്നാൽ നാളെ മുതൽ സംഗീതം പഠിക്കാൻ വന്നുകൊള്ളാനുള്ള അനുവാദവും അവൾക്ക് കൊടുക്കുന്നു. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് അവൾ സഫറിനെ കാണുന്നു. അവളുടെ സംഗീതത്തെ പറ്റി അവൻ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ സഫറിന്റെ രൂപന്റെ ഇടയിൽ ഒരു ചെറിയ കണക്ഷൻ വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ പിറ്റേന്ന് രൂപ സംഗീതം പഠിക്കാൻ വരുന്നുണ്ട്. അന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് അവളുടെ കണ്ണുകൾ സഫറിനെ തിരിയാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ സഫറും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അന്ന് അവൻ അവളുടെ മുൻപിലേക്ക് വന്നില്ല. അന്ന് രാത്രി അവൾ ദേവനോട് പോയി സംസാരിക്കുന്നു. ഞാൻ വെറും ഒരു ജോലിക്കാരിയായിട്ടിരിക്കാൻ മാത്രം ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ എഴുതാൻ താല്പര്യമുണ്ട്. ഹീരാമണ്ടിയെ കുറിച്ചാണ് എഴുതാൻ ആഗ്രഹിക്കുന്നത്. അവിടുത്തെ ഓരോ വീടിനും ഓരോ കഥ പറയാനുണ്ടാകും. രൂപിന്റെ ആ ആഗ്രഹത്തിന് ദേവും സമ്മതം കൊടുക്കുന്നു. ആർട്ടിക്കിൾ നന്നാണെങ്കിൽ എന്തായാലും പത്രത്തിൽ പ്രസിദ്ധീകരിക്കുമെന്നുള്ള ഉറപ്പ് അവൻ കൊടുക്കുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് അവൾ ദേവനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഈ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറാം. നമ്മളുടേത് ഒരു യഥാർത്ഥ വിവാഹമല്ലാന്ന് എനിക്കറിയാം. ഇത് വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കില്ല. എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാം. അങ്ങനെ ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ട് അവിടെയുള്ള അബ്ദുളിനെ കാണാനാണ് രൂപ് അവിടേക്ക് വരുന്നത്. അവിടെ വെച്ച് അവൾ സഫറിനെ വീണ്ടും കണ്ടുമുട്ടുന്നു. എന്നാൽ ഇതുപോലെ വേശ്യാവൃത്തി നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവൾ വന്നത് അതുപോലൊരു ആവശ്യമായിട്ടായിരിക്കാമെന്ന് അവൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര സുഖം വേണമെങ്കിലും ഞാൻ നൽകാമെന്ന് അവളോട് അവൻ പറയുകയും ചെയ്യുന്നു. അവന്റെ ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. താനൊരു ആർട്ടിക്കിൾ എഴുതാനാണ് വന്നതെന്നാണ് അവൾ പറയുന്നത്. മാത്രമല്ല എന്റെ വിവാഹം കഴിഞ്ഞതാണ്. വിവാഹം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് ഇതുപോലുള്ള ആഗ്രഹങ്ങൾ പൂർണ്ണമാകണമെന്നില്ല. അതുകൊണ്ട് മറ്റു സ്ത്രീകൾ ഇതുപോലെ ആഗ്രഹങ്ങൾ പൂർണ്ണമാക്കാൻ ഇവിടേക്ക് വരാറുണ്ട്. നിങ്ങളും ചിലപ്പോൾ അങ്ങനെ വന്നതാകാൻ സാധ്യതയുണ്ടല്ലോ. എന്നാൽ തനിക്കതിൽ താല്പര്യമില്ലാന്ന് തന്നെയാണ് അവൾ പറയുന്നത്. അവൾ അബ്ദുളിനെ കാണുമ്പോഴാകട്ടെ അവളുടെ ആർട്ടിക്കിളിന് അബ്ദുൾ ഒരു സഹായവും ചെയ്തു കൊടുക്കുന്നില്ല. മാത്രമല്ല ഈ രാജ്യം രണ്ടായി വിഭജിച്ചെങ്കിൽ മാത്രമേ ഇവിടെ നല്ല കാര്യങ്ങൾ നടക്കൂ എന്നാണ് അബ്ദുൾ പറയുന്നത്. അതിനെപ്പറ്റി എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ എഴുതില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയിക്കൊള്ളാൻ പറയുന്നു. അബ്ദുളിന്റെ അടുത്ത് നിന്നും അവൾ വിഷമിച്ചു പോകുന്നത് സഫർ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഹീരാമണ്ടിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും തനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആർട്ടിക്കിൾ എഴുതാൻ സഹായിക്കാമെന്ന് അവൻ പറയുന്നു. അവൻ ജനിച്ചു വളർന്നത് ഈ തെരുവിലാണ്. അവനൊരു സർനെയിം ഇല്ലായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അവനെ ഇവിടെ ഉപേക്ഷിച്ചു പോയതാണ്. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് അവളോട് അവൻ പറയുന്നുണ്ട്. പിറ്റേന്ന് അവൻ പറഞ്ഞ സ്ഥലത്ത് അവൾ എത്തുന്നു. എന്നാൽ അവിടെയാകട്ടെ ഒരു പോരാണ് നടന്നുകൊണ്ടിരുന്നത്. അവനും ഒരു മൃഗവും തമ്മിലുള്ള പോര്. അതിനിടയിൽ അവന് ഒരുപാട് പരിക്കുകൾ പറ്റുകയും ഒരു വലിയ കുഴിയിലേക്ക് അവൻ വീഴാൻ പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ശരിക്കും രൂപ പേടിക്കുന്നു. എന്നാൽ തലനാരിഴയ്ക്കാണ് അവൻ രക്ഷപ്പെട്ട് തിരിച്ചു വരികയും ആ മൃഗത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഇവനിങ്ങനെ ചെയ്യുന്നതിന് രൂപ അവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. വിവാഹം കഴിക്കാത്ത സ്ത്രീക്ക് ആർക്കോ ഉണ്ടായ ഒരു മകനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെയില്ല എന്ന് അവൻ പറയുന്നു. സഫറും രൂപും ഇടയ്ക്കിടയ്ക്ക് കാണുന്നതെല്ലാം തന്നെ അബ്ദുൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദേവ് ചൗധരിയുടെ വൈഫാണ് രൂപെന്ന് സഫറിന് മനസ്സിലായി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സഫറും രൂപും വീണ്ടും കാണുകയും കൂടുതൽ അടുക്കുകയും ചെയ്യുന്നുണ്ട്. രൂപ് പതിയെ പതിയെ ഫാമിലിയുമായിട്ട് മിങ്കിളാകാൻ തുടങ്ങി. ദേവിന്റെയും രൂപിന്റെ ഇടയിലുള്ള അകൽച്ചയും കുറഞ്ഞു വരുന്നുണ്ട്. ദേവ് ഇപ്പോൾ രൂപിനോട് സംസാരിക്കുകയും ചില പാർട്ടികളിൽ അവളെ കൂട്ടിയിട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദിവസങ്ങൾ കടന്നു പോകും തോറും രൂപിന്റെ മനസ്സിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ബാഹർ ബീഗത്തിന് തോന്നുന്നു. അവളുടെ മനസ്സിലെ മാറ്റം അവളുടെ സംഗീതത്തിലും അവർ കണ്ടെത്തി തുടങ്ങിയിരുന്നു. അതിന് കാരണം സഫർ ആണെന്ന് ബാഹർ ബീഗത്തിന് മനസ്സിലായി. അവൾ എഴുതിക്കൊണ്ടു കൊടുത്ത ആർട്ടിക്കിൾ പോരാ എന്ന് അന്ന് ദേവ് പറയുന്നു. അതിലെല്ലാം തന്നെ ഒരുപാട് തെറ്റുകളുണ്ട്. ഇത് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. ദേവിന്റെ രൂപിന്റെ ഇടയിൽ കാര്യങ്ങൾ ശരിയല്ലെന്ന് ബൽരാജിന് മനസ്സിലായി. അയാൾ ദേവനോട് സംസാരിക്കുന്നു. അതേസമയം തന്നെ ബാഹർ ബീഗം സഫറിനെ കാണാനും പോകുന്നു. ഈ രണ്ടു കൂട്ടരും സംസാരിക്കുന്നത് മാറി മാറിയാണ് കാണിക്കുന്നത്. അവരുടെ സംസാരത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് സത്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ബൽരാജ് ദേവനോട് പറയുന്നുണ്ട്, രൂപന് നിന്റെ അടുത്തു നിന്ന് സ്നേഹം കിട്ടിയില്ലെങ്കിൽ അവളത് പുറത്തന്വേഷിക്കേണ്ടി വരും. ഞാനും പണ്ട് ഇതുപോലൊരു തെറ്റാണ് ചെയ്തത്.
ബൽരാജിന് താൻ വിവാഹം ചെയ്ത സ്ത്രീയെ ഇഷ്ടമല്ലായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് അയാൾ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ അയാൾ വീടിന് പുറത്ത് ഒരു സ്ത്രീയെ പ്രണയിച്ചു. അത് ശരിക്കും ബാഹർ ബീഗമായിരുന്നു. ആ പ്രണയത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ മകനാണ് സഫർ. ബീഗം പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതോടുകൂടി ബൽരാജ് ആകെ ടെൻഷനിലായിരുന്നു. കുട്ടി ഉണ്ടാകുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാകുമെന്ന് ചിന്തിച്ച് ബൽരാജ് തന്നെ ഉപേക്ഷിക്കുമെന്ന് ബീഗം പേടിച്ചു. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ അവർ സഫറിന് ജന്മം കൊടുത്തിട്ട് ആ തെരുവിൽ തന്നെ ഉപേക്ഷിക്കുന്നു. പക്ഷേ കുട്ടിയായിരുന്നില്ല ബൽരാജിന്റെ പ്രശ്നം. കുട്ടിയെ ഉപേക്ഷിച്ചിട്ടും ബൽരാജ് ബീഗത്തിൽ നിന്നും ഒരുപാട് അകന്നുപോയി. അയാൾക്ക് അയാളുടെ കുടുംബ മഹിമയായിരുന്നു വലുത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ സഫറിനെ തിരിച്ചെടുക്കാൻ ചെല്ലുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ ആ തെരുവിൽ കിടന്ന് ഒരു പേര് ലഭിക്കുകയും അവിടെ തന്നെ വളരുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തന്നെ തെരുവിൽ ഉപേക്ഷിച്ചു പോയ തന്റെ അമ്മയെ സഫർ ഒരു രീതിയിലും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ മരണസമയത്ത് മാത്രമേ താൻ അവരുടെ അടുത്തേക്ക് വരൂ എന്നാണ് സഫർ പറഞ്ഞുകൊണ്ടിരുന്നത്. തന്റെ അച്ഛൻ ബൽരാജ് ആണെന്നുള്ള സത്യം സഫറിനറിയാം. അതുകൊണ്ട് തന്നെ ബൽരാജിനോട് പകരം വീട്ടാനായിരുന്നു സഫറിന്റെ പ്ലാൻ. ബൽരാജിന്റെ തന്നെ മരുമകളെ പ്രണയിച്ച് ആ കുടുംബം തകർക്കാനായിരുന്നു സഫറിന്റെ പ്ലാൻ. ഇത് ബീഗം മനസ്സിലാക്കുകയും സഫറിനെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബീഗം പറയുന്നതൊന്നും തന്നെ സഫർ കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. തന്റെ അച്ഛന് ബാഹർ ബീഗത്തിൽ ഒരു മകനുള്ള കാര്യം ദേവിനും അറിയാം. എന്നാൽ ദേവും സഫറും ഒരിക്കലും പരസ്പരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം കാണാൻ ആഗ്രഹവുമില്ലായിരുന്നു. സ്റ്റീൽ കമ്പനി തുടങ്ങാൻ പാടില്ല എന്ന ആവശ്യവുമായിട്ട് അബ്ദുൾ ദേവിനെ കാണാൻ ചെല്ലുന്നു. എന്നാൽ അങ്ങനെ ഒരു കമ്പനി തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ജോലി ലഭിക്കുമെന്ന് ദേവ് പറയുന്നു. ആരുടെ അടിമകളായിട്ട് തങ്ങൾക്കിരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. സഫറിന്റെ യഥാർത്ഥ ഉദ്ദേശം അറിയാതെ രൂപ് സഫറുമായിട്ട് കൂടുതൽ അടുക്കുന്നുണ്ട്. മാത്രമല്ല ദേവുമായിട്ടുള്ള അവളുടെ റിലേഷൻഷിപ്പിലും വളരെ നല്ല രീതിയിൽ മാറ്റമുണ്ടാകുന്നു. ജോലിക്കാരത്തിനാണെങ്കിൽ പോലും അവർ പരസ്പരം നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ സത്യയ്ക്കും സന്തോഷമായിരുന്നു. ബൽരാജിനോട് പകരം വീട്ടാനാണ് രൂപമായിട്ട് കൂട്ടുകൂടിയത്. പക്ഷേ സഫറിന് അവളോട് യഥാർത്ഥത്തിൽ പ്രണയം തോന്നാൻ തുടങ്ങിയിരുന്നു. അത് മനസ്സിലാക്കിയ സഫർ ആകട്ടെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവളെ കാണുമ്പോൾ ഒഴിവായി നടക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് കലാപം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദേവിന്റെ കമ്പനിക്കെതിരെ ഒരുപാട് ആൾക്കാർ തെരുവിലിറങ്ങി തുടങ്ങി. ബൽരാജ് പറയുന്നുണ്ട് ഇനി ഈ നാട്ടിൽ നിൽക്കാത്തതാ നല്ലത്, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന്. എന്നാൽ സത്യയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. അവൾക്കധികം യാത്ര ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ പോണ്ട എന്നാണ് ദേവ് പറയുന്നത്. എന്നാലും ഉടനെ തന്നെ തങ്ങൾക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്ന് രൂപന് മനസ്സിലായി. അവൾ ഇക്കാര്യം നേരെ പോയി സഫറിനോട് പറയുന്നു. അവൾക്ക് തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം സഫറിനറിയാം. എന്നാൽ അവന്റെ മനസ്സിലും അതേ പ്രണയമുണ്ടായിട്ട് പോലും അവനത് തുറന്നു പറയുന്നില്ല. എന്റെ മനസ്സിൽ നിന്നോട് അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നാണ് അവളോട് പറയുന്നത്. ഞാൻ നിന്റെ കൂടെ എടുത്തതും ഇത്രയും ദിവസം നിന്റെ കൂടെ സ്പെൻഡ് ചെയ്തതും ഒന്നും തന്നെ നീ വിചാരിക്കുന്ന പോലെ പ്രണയത്തിന് വേണ്ടി ആയിരുന്നില്ല എന്നും അതിന്റെയൊക്കെ പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്നും അവൻ പറയുന്നു. എന്നാൽ അവൾക്കപ്പോൾ അതൊന്നും തന്നെ ചെവികൊള്ളാൻ ആഗ്രഹമില്ലായിരുന്നു. ഞാൻ നിന്റെ കൂടെ കൂടുതൽ എടുത്തത് പ്രണയത്തിന് വേണ്ടി മാത്രം തന്നെയായിരുന്നു എന്നാണ് രൂപ പറയുന്നത്. ഇത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. അവളുടെ ആ സ്നേഹം ഒന്നും തന്നെ അവന് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ പ്രണയത്തിനു മുന്നിൽ ബൽരാജിനോടുള്ള അവന്റെ പകയും അവൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളും എല്ലാം തന്നെ മറന്നുപോയിരുന്നു അവൻ. ഇവിടെ സത്യയുടെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുകയായിരുന്നു. പതിയെ പതിയെ അവൾ മരണത്തിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സത്യ മരിക്കുന്നു. സത്യയുടെ അഭാവം ആ കുടുംബത്തെ ആകെ തളർത്തി. എല്ലാവരും തന്നെ ദുഃഖത്തിലായിരുന്നു. ആ സ്ഥാനത്തേക്ക് രൂപ കടന്നു വരണമെന്ന് ബൽരാജ് പറഞ്ഞെങ്കിലും ഒരിക്കലും സത്യയുടെ സ്ഥാനത്തേക്ക് തനിക്ക് വരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രൂപ പറയുന്നത്. അവരെല്ലാവരും ആ നാട്ടിൽ നിന്ന് പോകാൻ തീരുമാനമെടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ രൂപ ബൽരാജിനോട് പറയുന്നു, എനിക്ക് ഈ നാട്ടിൽ നിന്ന് പെട്ടെന്ന് വരാൻ സാധിക്കില്ല. ഈ നാടിനോട് എനിക്ക് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. രൂപ പറഞ്ഞതിനർത്ഥം മറ്റൊന്നാണെന്ന് ബൽരാജിന് മനസ്സിലായി. അതേസമയം സത്യയുടെ മരണത്തിൽ ദുഃഖിതനായ ദേവാകട്ടെ എല്ലാവരിൽ നിന്നും പോയി ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിച്ചത്. അവനങ്ങനെ ഒരിടത്തിരിക്കുന്ന സമയത്ത് അവിടേക്ക് സഫറും വന്നിരിക്കുന്നു. രണ്ടുപേരും തുല്യ ദുഃഖിതരായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം തങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാതെ അവരുടെ വിഷമം ഷെയർ ചെയ്യുന്നു. താൻ വിവാഹിതയായ ഒരു സ്ത്രീയെ പ്രണയിക്കുന്നു, അവളും എന്നെ തിരിച്ചു പ്രണയിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നിനക്കവളെ സ്വന്തമാക്കിക്കൂടെ എന്നാണ് ദേവ് ചോദിക്കുന്നത്. ശരിക്കും താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഹസ്ബൻഡിനോടാണ് താൻ ഈ സംസാരിക്കുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. തന്റെ പ്രണയം തന്നെ വിട്ടുപോയതിനെ പറ്റി ദേവ് സംസാരിക്കുന്നു. പതിയെ അതൊക്കെ മറന്നിട്ട് വീണ്ടും മുൻപോട്ട് ജീവിക്കാൻ വേണ്ടി ദേവ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതിന് സാധിക്കുന്നില്ല. ഈ വിഷമങ്ങൾ അവർ പരസ്പരം ഷെയർ ചെയ്യുന്നു. അന്ന് ഈദായിരുന്നു. ഈ വിഷമമെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് സഫർ ആകട്ടെ അവനെ അവരുടെ ആഘോഷങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. തങ്ങൾ രണ്ടുപേരും ഒരച്ഛന്റെ മക്കളാണെന്ന് പോലും അറിയാതെ അവർ ഒരുപാട് ആഘോഷിച്ചു. അതേസമയം ബൽരാജ് രൂപനോട് പറയുന്നുണ്ട്, ദേവ് ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല, അതുകൊണ്ട് അവന്റെ കാര്യങ്ങൾ നീ നന്നായി നോക്കണമെന്ന്. അവൻ എവിടെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരണമെന്നും. അങ്ങനെ രൂപ് ദേവിനെ അന്വേഷിച്ച് അവിടേക്ക് വരുന്നു. ആ ആഘോഷത്തിന്റെ ഇടയ്ക്ക് രണ്ടുപേരും രൂപിനെ കാണുന്നു. സഫറും ദേവും ഒരേ സമയം തന്നെ രൂപനെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ദേവ് രൂപന്റെ അടുത്തേക്ക് ചെന്നിട്ട്
തന്നിട്ട് അവിടെ നിന്നും പോകാമെന്ന് പറയുന്നു. ആ സമയത്താണ് സഫറിന് മനസ്സിലാകുന്നത് താൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് രൂപിന്റെ തന്നെ ഹസ്ബൻഡും തന്റെ അച്ഛന്റെ മറ്റൊരു മകനുമായ ദേവ് ചൗധരിയോട് തന്നെയാണെന്ന്. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ദേവ് രൂപിനോട് സംസാരിക്കുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം മറന്നിട്ട് നമ്മുടെ ഈ വിവാഹത്തിന് ഒരു അവസരം കൂടി നമുക്ക് കൊടുക്കാമെന്ന്. രൂപ സ്നേഹിക്കുന്നത് സഫറിനെയാണെന്ന് മനസ്സിലാക്കിയ ബൽരാജ് ആകട്ടെ നേരെ ബീഗത്തിനെ കാണാൻ ചെല്ലുന്നു. തന്റെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഫർ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ബീഗത്തിനോട് അയാൾ പറയുന്നു. എന്നാൽ താൻ സഫറിനെ ഒരുപാട് തടുത്തതാണെന്നും തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുമാണ് ബീഗം പറയുന്നത്. അതേസമയം തന്നെ സഫറും അവിടേക്ക് വരുന്നു. തന്റെ അച്ഛനെയും അമ്മയും ആദ്യമായിട്ട് താൻ ഒരുമിച്ച് കണ്ടു എന്ന് അവൻ പറയുന്നു. രൂപിനെ വെറുതെ വിടണമെന്ന് അയാൾ സഫറിനോട് പറയുന്നു. എന്നാൽ താൻ രൂപിനെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്നാണ് സഫർ പറയുന്നത്. ആദ്യം എന്റെ ഉദ്ദേശം ശരിയല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് അവളെ വിട്ടുകളയാൻ കഴിയില്ല. ജന്മം തന്നു എന്നതല്ലാതെ നിങ്ങൾ എനിക്ക് ഒന്നും തന്നെ തന്നിട്ടില്ല. നിങ്ങൾ കാരണം എന്റെ അമ്മയും എന്നെ തെരുവിൽ ഉപേക്ഷിച്ചു. രൂപിനെയെങ്കിലും എനിക്ക് തരണമെന്നും അവളുടെ പ്രണയം എനിക്ക് വേണമെന്നും അവൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ബൽരാജ് അതിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. അവർക്കിടയിൽ വലിയ വഴക്കുണ്ടാവുകയാണ്. പോകുന്നതിന് മുമ്പ് ബൽരാജ് ബീഗത്തിനോട് പറയുന്നുണ്ട് ഒരു കാരണവശാലും സഫർ കാരണം തങ്ങളുടെ കുടുംബം നശിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് രൂപിൽ നിന്നും അവനെ എങ്ങനെയെങ്കിലും അകറ്റിയേ പറ്റുമെന്ന്. സഫറിന്റെ ഈ മാറ്റമെല്ലാം തന്നെ അബ്ദുളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചൗധരി കുടുംബവുമായിട്ട് അവൻ കൂടുതൽ എടുക്കുന്നത് അബ്ദുളിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ആൾക്കാരെ വെച്ച് അവൻ സഫറിനെ അടുപ്പിക്കുന്നു. എന്നിട്ട് ഇത് ചെയ്തത് ബൽരാജ് ആണെന്ന് പറയുന്നു. എല്ലാം ആ സ്ത്രീ കാരണമല്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതുകൊണ്ട് രൂപിനെ താൻ വെറുതെ വിടില്ല എന്നും അവളെ കൊല്ലുമെന്നുമാണ് അബ്ദുൾ പറയുന്നത്. പക്ഷേ രൂപൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കൂട്ടുകാരനാണെന്ന് പോലും നോക്കാതെ ഞാൻ നിന്റെ തലയെടുക്കുമെന്നാണ് സഫർ പറയുന്നത്. ഇതെല്ലാം കേട്ടതോടുകൂടി അബ്ദുളിന്റെ ഉള്ളിൽ സഫറിനോടുള്ള ദേഷ്യം കൂടാൻ തുടങ്ങി. അന്ന് രാത്രി തന്നെ ബീഗം രൂപനെ കാണാൻ ചെല്ലുന്നു. എന്നിട്ട് സഫർ എന്തിനാണ് അവളുടെ കൂടെ കൂടുതൽ അടുത്തതെന്നുള്ള സത്യം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതേ ബൽരാജിന്റെ തന്നെ മകനാണ് സഫർ എന്നും പറയുന്നു. ഇതെല്ലാം തന്നെ രൂപന് വലിയൊരു ഷോക്കായിരുന്നു. ബൽരാജിനോട് പകരം വീട്ടാനാണ് സഫർ തന്റെ കൂടെ അടുത്തതെന്നുള്ള സത്യം അവൾക്ക് താങ്ങാൻ സാധിച്ചില്ല. ബീഗത്തിന്റെ കൂടെ വന്ന ലജ്ജോ ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തിയ ദേവിനോടും ബൽരാജ് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ബീഗത്തിൽ തനിക്കുണ്ടായ മകനാണ് സഫർ എന്നുള്ള കാര്യം. നീ ഇന്ന് കണ്ടതും അവനെ തന്നെയാണ്. ദേവും രൂപും ഒരുപാട് വിഷമത്തോടെയാണ് അന്ന് അവരുടെ റൂമിലേക്ക് ചെന്നിരിക്കുന്നത്. ആകെ തകർന്നിരുന്ന രൂപാകട്ടെ തന്റെ വിവാഹ ജീവിതത്തിന് ഒരു അവസരം കൂടി നൽകാൻ തീരുമാനിക്കുന്നു. അന്ന് ശരീരം കൊണ്ട് ദേവും രൂപും ഒന്നിക്കുന്നു. ഇതിനിടയ്ക്ക് ലജ്ജോ പറഞ്ഞിട്ട് തന്റെ അമ്മ എന്താണ് രൂപിനോട് പോയി പറഞ്ഞതെന്നുള്ള കാര്യം സഫർ മനസ്സിലാക്കുന്നു. ഒരുപാട് സങ്കടത്തോടു കൂടി അവനതറിഞ്ഞിട്ട് രൂപിനെ കാണാൻ വരുന്നു. പക്ഷെ അപ്പോഴേക്കും രൂപാകട്ടെ ദേവിന്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞിരുന്നു. താൻ വൈകിപ്പോയി എന്ന് സഫറിന് മനസ്സിലായി. അവനെ കണ്ടപ്പോൾ ശരിക്കും രൂപനും സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ മറ്റൊരു ഉദ്ദേശത്തിലാണ് തന്റെ കൂടെ ആദ്യം കൂട്ടുകൂടിയതെങ്കിലും അവൻ പിന്നീട് തന്നെ പ്രണയിച്ചു തുടങ്ങിയെന്നുള്ള കാര്യം രൂപന് മനസ്സിലായിരുന്നു. രൂപിനെ തന്നിൽ നിന്നും അകറ്റിയതിന് അവന് ശരിക്കും അവന്റെ അമ്മയോട് ഒരുപാട് ദേഷ്യം തോന്നി. അവൻ ബീഗത്തിന്റെ അടുത്തേക്ക് പോയിട്ട് അവരോട് ആ ദേഷ്യം തീർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ കാരണം ഇനി ഒരിക്കലും ആ കുടുംബം നശിക്കാൻ പാടില്ല എന്ന് ബീഗം പറയുന്നു. പിറ്റേന്ന് രാവിലെ ആകട്ടെ ആ സ്റ്റീൽ കമ്പനി വരാൻ പോകുന്നു എന്നുള്ള ആർട്ടിക്കിൾ ആകട്ടെ പത്രത്തിൽ വന്നിരുന്നു. അത് കാരണം നാട്ടിലെല്ലാം തന്നെ കലാപം നടക്കുകയാണ്. അബ്ദുളും കൂട്ടരും ആകെ ദേഷ്യത്തിലായിരുന്നു. ചൗധരി കുടുംബത്തിലുള്ള എല്ലാവരെയും തന്നെ കൊല്ലാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ദേവിനോട് രൂപ പറയുന്നുണ്ട് ശരീരം കൊണ്ട് ഞാൻ നിങ്ങളുടേതായിരിക്കാം, പക്ഷേ ഞാൻ സഫർ എന്നൊരാളെ പ്രണയിച്ചിരുന്നു. അതുകൊണ്ട് എനിക്കൊരിക്കലും നിങ്ങളെ പ്രണയിക്കാൻ സാധിക്കില്ല. ദേവ് അതിന് അവളോട് ഒരു ദേഷ്യവും കാണിക്കുന്നില്ല. തനിക്ക് സഫറിനോട് പ്രണയമുണ്ട്, പക്ഷെ അയാളോട് ഒരു ബഹുമാനവുമില്ല എന്നാണ് അവൾ പറയുന്നത്. അവൾ എന്ത് തീരുമാനമെടുത്താലും അതിന് കൂടെ നിൽക്കാമെന്ന് ദൈവ സമ്മതിക്കുന്നുണ്ട്. ദേഷ്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ആദ്യമൊന്നും എനിക്ക് ഈ ബന്ധം ഇഷ്ടമല്ലായിരുന്നു, എന്നാൽ ഇപ്പോ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് ദേവ് പറയുന്നു. അതുകൊണ്ട് എന്താണെങ്കിലും തീരുമാനം നന്നായി ആലോചിച്ചെടുക്കണം. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നമ്മുടെ ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ അത് നിന്റെ ഇഷ്ടം. എന്താണെങ്കിലും ഒരു തീരുമാനവും ദേഷ്യത്തിലെടുക്കാൻ പാടില്ല. നല്ലപോലെ ആലോചിച്ച് മാത്രം നീ എടുത്താൽ മതി. അപ്പോഴേക്കും അബ്ദുളും സംഘവും ആകെ ദേഷ്യത്തിൽ അവിടെയെല്ലാം അക്രമം തുടങ്ങിയിരുന്നു. സഫറിനോട് അബ്ദുൾ പറയുന്നുണ്ട് തന്റെ കൂടെ നിൽക്കാത്ത എല്ലാവരും തന്നെ തന്റെ ശത്രുക്കളാണെന്ന്. ദേവിന്റെ ഓഫീസിന് നേരെ ആക്രമം തുടങ്ങിയിരുന്നു. ബൽരാജ് ഓൾറെഡി തന്നെ അമൃത്സറിലേക്ക് പോയിരുന്നു. അത് കാരണം രൂപും ജോലിക്കാരിയായ സരോജും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന് പുറത്ത് എന്തൊക്കെയോ ബഹളങ്ങൾ രൂപ ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് സഫർ വരുന്നുണ്ട്. അവൻ ചെയ്ത എല്ലാത്തിനും അവൻ മാപ്പ് പറയുന്നു. എന്റെ മനസ്സിൽ മുഴുവൻ പ്രതികാരമായിരുന്നു, പക്ഷെ അതെല്ലാം മാറ്റി അവിടെ പ്രണയം നിറച്ചത് നീയാണ്. തന്റെ അച്ഛനും അമ്മയും ആരാണെന്നുള്ള സത്യമൊക്കെ നിന്നോട് തുറന്നു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ച് പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അതൊന്നും പറയാതിരുന്നത്. എല്ലാം കേട്ട് കഴിയുമ്പോൾ രൂപ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇനിയെങ്കിലും നീ എന്നെ പ്രണയിക്കുന്നു എന്നുള്ള കാര്യം നിന്റെ വാഗൊണ്ടൊന്ന് പറയുമോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അവൻ ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് അക്രമകാരികൾ പുറത്തുണ്ടായിരുന്ന സരോജനെ കൊന്നിട്ട് വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ സഫർ രൂപിനെ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തു കിടക്കുകയാണ്. ദേവിന്റെ ഓഫീസിന് നേരെ അക്രമം തുടങ്ങിയ കാരണം അവർ പിൻവാതിൽ വഴി ഇറങ്ങി ഓടുകയായിരുന്നു. അവിടേക്ക് രൂപിനെയും രക്ഷിച്ചുകൊണ്ട് സഫറും വരുന്നു. അവരുടെ വണ്ടിയിലേക്ക് അവർ ദേവിനെയും രക്ഷിച്ച് കയറ്റുന്നു. നേരെ ബീഗത്തിന്റെ
ബീഗത്തിന്റെ അടുത്ത് എത്തുന്നെങ്കിലും ബീഗം പറയുന്നുണ്ട് ഹിന്ദുക്കളെ എല്ലാം തന്നെ മുസൽമാന്റെ വീട്ടിലാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇവർ ഇവിടെ സേഫ് അല്ല, ഇവരെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. അപ്പോഴേക്കും ആൾക്കാരെത്തി അവരെല്ലാം കൊല്ലാൻ ശ്രമിക്കുകയാണ്. അബ്ദുൾ പറയുന്നത് അവർ 3 പേരെയും കൊന്നുകളയാനാണ്. എന്നാൽ ഈ ആൾക്കാർ എന്റേതാണെന്നും ഇവരെന്നെ കൊല്ലില്ല എന്നും സഫർ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് അവൻ എങ്ങനെയൊക്കെയോ രൂപിനെയും ദേവിനെയും ആദ്യം തീവണ്ടിയിലേക്ക് കയറ്റുന്നു. ട്രെയിൻ എടുത്തു തുടങ്ങിയതും രൂപ് പറയുന്നുണ്ട് സഫറിനോട് ഓടി വന്ന് കയറാൻ. അവിടെയുള്ള ആൾക്കാരെല്ലാം അടിച്ചിട്ടിട്ട് അവനും കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരാൾ വന്നിട്ട് അവനെ ഇടിച്ചിടുകയും അവന്റെ ബോധം പോവുകയും ചെയ്യുന്നു. രൂപിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവനോട് എഴുന്നേറ്റ് വീണ്ടും ഓടി വരാൻ അവൾ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം തന്നെ ദേവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രൂപ് അത്രയധികം സഫറിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് സഫറിനെ അവിടേക്ക് പിടിച്ചു കയറ്റാൻ ദേവും അവളെ സഹായിക്കുന്നു. രൂപിന് വേണ്ടി അവൻ ഓടി വന്ന് വീണ്ടും അവളുടെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ടെങ്കിലും ആ നിമിഷം തന്നെ അബ്ദുൾ ബാക്കിലൂടെ വന്നിട്ട് സഫറിനെ വീണ്ടും വീണ്ടും കുത്തുന്നു. ആ കാഴ്ച രൂപിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആ നിമിഷം തന്നെ തന്റെ കൂട്ടുകാരന്റെ കൈകൊണ്ട് തന്നെ സഫർ മരണമടയുകയാണ്. രൂപിന് അവളുടെ പ്രണയം നഷ്ടമായി. അവർ രണ്ടുപേരും ചെന്നിറങ്ങുന്നത് അമൃത്സറിലായിരുന്നു. അവർക്ക് അവിടെ താമസത്തിനുള്ള എല്ലാ ഏർപ്പാടും ഓൾറെഡി തന്നെ ബൽരാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പതിയെ പതിയെ രൂപ് തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. സത്യ കുടുംബത്തിന് വേണ്ടി ചെയ്തതെല്ലാം തന്നെ രൂപം ചെയ്യാൻ ആരംഭിച്ചു. ദേവും രൂപും തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രണയത്തെ പറ്റി അവിടെ വെച്ച് ആലോചിക്കുന്നു. തുല്യ ദുഃഖിതരായ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. പ്രണയത്തിന്റെയും വെറുപ്പിന്റെയും നിറം ചുവപ്പാണ്. പക്ഷെ അതിലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വെറുപ്പിൽ ഈ ലോകം തന്നെ ഇല്ലാതാകും, പ്രണയത്തിൽ നമ്മൾ സ്വയം ഇല്ലാതെയാകും. അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.